ഇന്നലെ പാർലമെന്റിൽ E20 പെട്രോളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. ഗവൺമെന്റ് തന്ന ഉത്തരം നിരാശാജനകമായിരുന്നു. ഇത് സംബന്ധിച്ച് വരുന്ന പരാതികൾ, മഹാഭൂരിപക്ഷം പരാതികളും അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാതെ മൈലേജിൽ E20 പെട്രോൾ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. മറുപടി ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്തൊക്കെയായിരുന്നു, നിങ്ങൾ ഇത് സംബന്ധിച്ച് കോംപ്രഹെൻസീവായ എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ പറഞ്ഞു സ്റ്റഡി നടത്തിയിട്ടുണ്ട്, കുറെ ഏജൻസികൾ ഇത് സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സ്റ്റഡി റിപ്പോർട്ടിനെ അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് പറയുന്നത് E20 പെട്രോൾ ഉപഭോഗത്തിന്റെ ഭാഗമായി ഒരു പ്രശ്നം ഉണ്ടാകില്ല. അതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, മൈലേജിൽ കുറവ് വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് കൊണ്ടുണ്ടായേക്കാവുന്ന കാര്യമാണ് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. നിഷേധാത്മകമായ മറുപടിയാണ്. എന്നാൽ അതേസമയം BS3 കാറ്റഗറിയിലുള്ള വാഹനങ്ങളിൽ കുറെ പ്രശ്നങ്ങൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ കൊണ്ടെന്നുള്ള ഇവാസീവായ മറുപടിയാണ്. അത് തൃപ്തികരമല്ല എന്ന് മാത്രമല്ല, അത് അങ്ങേയറ്റം നിരാശാജനകമാണ്, കൂടുതൽ ദുരൂഹത വളർത്തുന്ന കാര്യവുമാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായും ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് സർക്കാർ നടത്തിയെന്ന് അവകാശപ്പെടുന്ന വിവിധ പഠന റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അടിയന്തരമായത് പുറത്തുവിടണം. രണ്ടാമത്തേത്, ജനങ്ങളെ ഇത് കേൾക്കണം, ഇതിന്റെ ഉപഭോക്താക്കളെ കേൾക്കണം, അവരുടെ പരാതികൾ ജനങ്ങൾ മനസ്സിലാക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം. 3, വളരെ പ്രധാനപ്പെട്ട കാര്യം, ബ്രസീലിലും അമേരിക്കയിലും E20 പെട്രോളുകൾ അല്ലെങ്കിൽ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ വിതരണം ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മറുവാദം. അതിലൊരു പ്രശ്നമുണ്ട്, അവിടെ ചോയ്സ് ഉണ്ട്. അവിടെ വ്യത്യസ്ത വേരിയന്റിലുള്ള എത്തനോൾ ബ്ലെൻഡിംഗ് പെട്രോൾ ലഭ്യമാണ്. പക്ഷെ ഇവിടെ E20 മാത്രമാണ് ലഭ്യം. 2013 നമ്മുടെ രാജ്യത്ത് E20 പെട്രോൾ, ഇതിന്റെ എത്തനോൾ പെട്രോൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്ന് കൂടി കാണണം. അപ്പോൾ ഏതായാലും ഇതുവരെ 13 മുതൽ ഇതുവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നുവെന്ന് പറയുന്ന പഠനങ്ങൾ, സർക്കാർ പറയുന്നതിൽ ചില കോൺട്രഡിക്ടറി ആയ കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. എനിക്കത് മറുപടിയിൽ പറയുന്നത്, പഠനം നടത്തിയ ഒരു ഏജൻസികളിലൊന്നായി അവർ പറയുന്നത് ARAI എന്ന് പറയുന്ന ഒരു ഏജൻസി പഠനം നടത്തിയായി പറയുന്നു. പക്ഷേ ARAIയുടെ ഡയറക്ടർ ജൂലൈ മാസം 14 ANI എന്ന് പറയുന്ന വാർത്താ ഏജൻസി കൊടുത്ത വിശദീകരണത്തിൽ 2 മുതൽ 6% വരെ മൈലേജ് ഡ്രോപ്പ് E20 പെട്രോളിന്റെ ഉപഭോഗം കാരണം ഉണ്ടായേക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഘടകവിരുദ്ധമായ മറുപടിയാണ് ഇന്നലെ ഗവൺമെന്റ് ഇത് എനിക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് അവകാശ ലംഘനത്തിന് ഞാൻ നോട്ടീസ് നൽകുകയും ചെയ്യും എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് ഇന്നലെ സർക്കാർ നൽകിയ ഉത്തരം ജനങ്ങളെ പറ്റിക്കുന്നതാണ്, കൂടുതൽ ദുരൂഹത വളർത്തുന്ന കാര്യവുമാണ്. നിതിൻ ഗഡ്കരിയുടെ കുടുംബമാണ് ആരോപണത്തിന്റെ മുനയിൽ നിൽക്കുന്നത്. ഇന്നലെ മറുപടി നൽകിയതും നിതിൻ ഗഡ്കരി തന്നെയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.